മണ്ഡലം കമ്മിറ്റി പ്രചരണ പരിപാടി ഇതുപോലെ നടന്നു. വ്യക്തിപരമായിട്ട് ആളുകളെ കണ്ടുകൊണ്ടുള്ള പ്രചരണ ഒരു പ്രചരണ പരിപാടികളാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതോ അല്ല, അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം, പറയാനൊന്നും. സാർ, ഇന്ന് ഈ എ വിജയരാഘവൻ CPM PB അംഗം ഒരു കാര്യം പറഞ്ഞിരുന്നു. സാറ് തലകീഴായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടാണ് സാറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നേരെ പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഞാനായി പോയത്. അദ്ദേഹം ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് കൂടും. ഇതാ പ്രസംഗം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ, ആ പാവത്തിന് വിട്ടേരും. ഈ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ താങ്കൾ കാണാതിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പത്രത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് സുധാകരൻ ചെറ്റത്തരം കാണിച്ചു എന്നാണ്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിന് മറുപടി എന്താണ്? മറുപടി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കട്ടെ. വെളിയിൽ മൈക്കോണ്ടായിരുന്നു. ഇന്റേണൽ കമ്മിറ്റി റെക്കോർഡ് പിന്നീട് പറയാം. മറുപടി ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ? അദ്ദേഹം പല ഇന്റർവ്യൂകളിലും അങ്ങേക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ്. മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ? മറുപടി ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ പറഞ്ഞോളാം. ടോണി ലൂക്കോസ് എന്ന മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും. ആൻസർ അതിലുണ്ട്, അത് തന്നെ മുഖ്യമന്ത്രി പറയും. അതുപോലെ എന്നോട് ചോദിക്കണ്ട. ടോണി ലൂക്കോസ് ആവണ്ട കേട്ടോ. പോണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് അത് സ്റ്റേറ്റ്മെന്റ്. CPI ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബിനോയ് വിശ്വത്തിന് ഇല്ലാത്ത സൂക്കേട് അയക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ്. 6000 വോട്ട് കഷ്ടിച്ചാണ് അയാൾ ജയിച്ചത്. 18000 വോട്ടിന് ആ നല്ലവനായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് സൂര്യ കിടക്കുന്നത് എലോത്തവൻ ജയിച്ചെടുത്ത് നൂറാട്ടുകാരനായ പ്രസാദ് ഇവിടെ വന്ന് വെറും 6000 വോട്ടിനാണ് ജയിച്ചത്. അതൊരു കൊച്ചു പയ്യനോട്. അതുപോലെ അയാൾ ഓർത്തില്ല, അയാളുടെ വിജയം തുലാസിലാണ്. ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല വേറെ. ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ജില്ല കൂടെ നിന്ന് പ്രസംഗിക്കാം, കുറേ സീറ്റൊക്കെ തോക്കാം. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു. എല്ലാവരും സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രസാദിന് ഗുരുത്വമില്ല. അല്ല, പിന്നെ എനിക്കെതിരെ പറയേണ്ട കാര്യം എന്താണ്? പറ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുക പുള്ളി. എനിക്ക് പാർലമെൻറ്റ് വ്യാമോഹമാണ്. പുള്ളിക്ക് എന്തുവാ പിന്നെ എന്തിൻ്റെ വ്യാമോഹത്തിനാണ് മത്സരിക്കുന്നത്? രണ്ടാമത് ഇവിടെ വന്നിട്ട് അതായത് നാട് പോലും അവിടെ അരിപ്പാട് മുമ്പ് ചെന്നിത്തലയോട് 2 തവണ തോറ്റതല്ലേ അല്ലേ? നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ചിട്ട് അവസാനം ചേർത്തല വന്നാൽ രക്ഷപ്പെട്ടത്. അത് 18000 6000 ആയി അല്ലെ 7000 അല്ലെ. ചെവിക്ക് നുള്ളിക്കോട്ടെ, ഇതിലൊക്കെ തിരിച്ചടി കൊടുക്കും ജനങ്ങൾ. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അല്ല, പ്രസാദം ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നോളല്ലേ. ഇവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കൂടെ നിന്ന് തങ്കപ്പൻ്റെ തലവെട്ടി എടുത്തപ്പോഴേ ഞാനവിടെ താലൂക്ക് സെക്രട്ടറിയാണ്. പ്രസാദിന് അറിയാം. പ്രസാദം തുണിയില്ലാതെ ഓടും. ആ സമയത്ത് പ്രസാദായിരുന്നു മുണ്ടുരിഞ്ഞ് കളഞ്ഞിട്ട് ഓടും. അവിടെ സുധാകരനെ കമ്മ്യൂണിസം പഠിപ്പിക്കാനൊന്നും വരണ്ട. സ്വയം അവിടെ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ശത്രുവല്ലാത്ത എന്നെ, ഇപ്പോഴും ശത്രുവൊന്നും അല്ലെങ്കിലും അയാൾ അന്യായം പറഞ്ഞു. അന്യായത്തിനോടൊരു പ്രതികരണമാണ് നടത്തിയത്. അവിടെ പോയി 2 മീറ്റിംഗ് പ്രസംഗിക്കണമെന്നുണ്ട്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അത് പറയാം. സാറേ, ഒരു ഇന്റർവ്യൂവിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. സാധാരണഗതിയിലുള്ള ചോദ്യമൊന്നും അല്ല സാറേ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. അല്ല, ലീഡിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് നിയമം അറിയാമല്ലോ. നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞത്. അത് ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട് ചോദ്യത്തിൽ. അതുപോലുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ തർക്കിക്കാണ് നമ്മൾ തമ്മിൽ. സാറേ, മുഖ്യമന്ത്രി ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളല്ലല്ലോ മുഖ്യമന്ത്രി. അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. എന്നോടൊന്നും അല്ല സാർ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഞാൻ ചോദിച്ചല്ലോ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞല്ലേ. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. പറയട്ടെ, നിങ്ങളുടെ അറിവില്ലായ്മ ഈ കാലത്ത് അറിവുള്ള ഞാനും നമ്മൾ യോജിക്കത്തില്ല. നിയമത്തിൽ കോടതിയിൽ ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ജഡ്ജി തടയും. അതായത് ഇന്ന ആൻസർ പറയണം എന്ന അർത്ഥത്തിൽ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തോട് എനിക്കെതിരെ ഷാർപ്പായി പറയുന്നതിനുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ കേട്ട് നോക്കി. അപ്പോഴേ ഞാൻ ചില കൊള്ളാവുള്ള ഈ നോക്കും. എന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിന് നാളെ അയച്ചിരിക്കുക. അദ്ദേഹത്തെ നേരെ എന്നും അതിനെ പേര് എന്നെ ആളെ എന്തിനും ഞാൻ പോകത്തില്ല. എനിക്ക് മനോരമയോട്
തികഞ്ഞ ഇതുണ്ട്. പിന്നെ വെളുപ്പാച്ചു സാർ എന്നെ വിളിച്ചിരുന്ന 1 മാസം മുമ്പ് എന്തെങ്കിലും സഹായം വേണമെന്ന് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, നല്ല റിപ്പോർട്ട് കൊടുത്താൽ അതവർ കൊടുക്കുന്നുണ്ട്. ഇതല്ല, അവരുടെ തന്നെ നയത്തിനെതിരായിട്ടാണ് ഈ ജോണി രാഷ്ട്രീയ ചെറ്റത്തരമെന്ന ആക്ഷേപ പദപ്രയോഗത്തിന് പിണറായിക്ക് നേരിട്ട് മറുപടി നൽകാൻ ജി സുധാകരൻ തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ അങ്ങനെ നേരിട്ടൊരു മറുപടി നൽകി CPM-കാരുടെ അനിഷ്ടവും അതൃപ്തിയും വാങ്ങേണ്ടതില്ല ഈ സമയത്ത് എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ.